ബംഗ്ലാദേശിന്റെ സൈനിക സംഭരണവും തുർക്കിയുമായുള്ള പ്രതിരോധ സഹകരണവും വർദ്ധിപ്പിക്കുന്നതിനായി ബംഗ്ലാദേശ് ആർമി ചീഫ് ജനറൽ വഖാർ ഉസ്സമാൻ തുർക്കിയിൽ. പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീർ തുർക്കി സന്ദർശിച്ചു ഒരാഴ്ചയ്ക്കുള്ളിലാണ് സമാന്റെ സന്ദർശനം. കഴിഞ്ഞ ആഴ്ച 2 ദിവസത്തേക്കായിരുന്നു മുനീർ തുർക്കി സന്ദർശിച്ചത്. ഈ 3 മുസ്ലിം രാജ്യങ്ങളുടെയും കൂട്ടുകെട്ട് ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. കാരണം അവസരം കിട്ടുമ്പോൾ ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്താൻ കാത്തിരിക്കുന്നവരാണ് തുർക്കിയും പാകിസ്ഥാനും ബംഗ്ലാദേശും. കരസേനാ മേധാവിയായി ചുമതലയേറ്റതിന്റെ അവസാന വർഷത്തിൽ ചില പ്രധാന പ്രതിരോധ കരാറുകളിൽ ഒപ്പുവെക്കാനാണ് സമാൻ ആഗ്രഹിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഞായറാഴ്ച രാവിലെ ടർക്കിഷ് എയർലൈൻസിന്റെ TK713 വിമാനത്തിലാണ് ജനറൽ സമാനും ഭാര്യയും 6 അംഗ ഔദ്യോഗിക പ്രതിനിധി സംഘവും തുർക്കിയിലേക്ക് പറന്നത്. ജൂലൈ 20 മുതൽ 24 വരെയാണ് സന്ദർശനം. 2024 ജൂണിൽ കരസേനാ മേധാവിയായി സ്ഥാനമേറ്റതിനു ശേഷം ജനറൽ സമാന്റെ തുർക്കിയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. സമാൻ വിരമിക്കലിൽ ഇനി 11 മാസം മാത്രമേ ബാക്കിയുള്ളൂ. അതിനാൽ ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ പരിപാടികളിൽ ഒന്നായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ യാത്രാ രേഖകളിൽ വിശദമായ ഒരു അജണ്ട വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഈ സന്ദർശന വേളയിൽ പ്രധാന പ്രതിരോധ കരാറുകളിൽ ഒപ്പുവെക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ബംഗ്ലാദേശും തുർക്കിയും തമ്മിലുള്ള സൈനിക സഹകരണം സമീപ വർഷങ്ങളിൽ അതിവേഗം വളർന്നിട്ടുണ്ട്. തുർക്കിയുടെ സൈനിക ഉപകരണങ്ങളിൽ ബംഗ്ലാദേശ് സൈന്യം അടുത്തിടെ ഏറെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പീരങ്കി തോക്കുകൾ, പീരങ്കി വെടിയുണ്ടകൾ, ഷെല്ലുകൾ, ചെറിയ ആയുധങ്ങൾ, ബൈരക്തർ ഡ്രോണുകൾ എന്നിവ വാങ്ങുന്നത് സംബന്ധിച്ച് ബംഗ്ലാദേശും തുർക്കിയും തമ്മിൽ ചർച്ച നടന്നിട്ടുണ്ട്. ഇത് ധാക്ക അങ്കാറ പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി. പുതിയ കവചിത പ്ലാറ്റ്ഫോമുകൾ, പീരങ്കി നവീകരണങ്ങൾ, ഡ്രോണുകൾ, യുദ്ധക്കളത്തിലെ മൊബിലിറ്റി സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി ആധുനികവൽക്കരണ സംരംഭങ്ങൾ ബംഗ്ലാദേശ് സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട്. നിലവിലുള്ള പ്രതിരോധ പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിനും നിലവിലെ സംഭരണങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും സൈനിക സഹകരണത്തിനുള്ള പുതിയ വഴികൾ പര്യവേഷണം ചെയ്യുന്നതിനും ഈ സന്ദർശനം ഇരുപക്ഷത്തിനും അവസരമൊരുക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. അതേസമയം ബംഗ്ലാദേശും തുർക്കിയും പരസ്പരം പ്രധാന വ്യാപാര പങ്കാളികളാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $1 മില്യൺ വിലമതിക്കുന്നുണ്ട്. തുർക്കിയിലേക്കുള്ള ബംഗ്ലാദേശി കയറ്റുമതി ഇനങ്ങളിൽ വസ്ത്ര ഉൽപ്പന്നങ്ങളാണ് ആധിപത്യം പുലർത്തുന്നത്. 2012 മുതൽ ബംഗ്ലാദേശും തുർക്കിയും ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തിവരികയായിരുന്നു. എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ ചേരുന്നതിനുള്ള തുർക്കിയുടെ ശ്രമവുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ കാരണം കരാറിൽ ഒപ്പുവെക്കൽ നിർത്തിവെച്ചു. തുർക്കി നിക്ഷേപത്തിന് സാധ്യതയുള്ള ഒരു മേഖലയായി ബംഗ്ലാദേശിലെ കപ്പൽ നിർമ്മാണ വ്യവസായവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2012 ബംഗ്ലാദേശും തുർക്കിയും വ്യാപാരവും നിക്ഷേപവും സംബന്ധിച്ചൊരു സംയുക്ത പ്രോട്ടോകോളിൽ ഒപ്പുവെച്ചു. ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴി ചർച്ചകൾ ചെയ്യുന്നതിനായി ബംഗ്ലാദേശ് തുർക്കി സംയുക്ത സാമ്പത്തിക കമ്മീഷൻ ദ്വിവത്സര യോഗങ്ങൾ നടത്തിവരികയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.